എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുകുടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.1 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പൂക്കാട്ടുകുടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് വീട് വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കും ചാർട്ടർ സ്കൂളിലേക്കും 1.5 കിലോമീറ്ററാണ് ദൂരം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളി 12.5 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. വീടിൻ്റെ മുന്നിലായി നൽകിയിരിക്കുന്നത് ഏകദേശം 4 മീറ്റർ വിടുത്തുള്ള മനോഹരമായിട്ടുള്ള ഇന്റർലോക്ക് ചെയ്ത റോഡുകളാണ്. ഒരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിനായിട്ട് ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മതിലിനൂടെ പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കിയിരിക്കുന്നു. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാവുന്ന ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന് വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് KWA വാട്ടർ കണക്ഷനും ബോർവെല്ലുമാണ്. വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഒരു പില്ലർ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം 3-4 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ആഞ്ഞിലിയിലാണ് മെയിൻ ഡോറിൻ്റെ കട്ടിലുകൾ വരുന്നത്. കയറി വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. ഈ വീടിന് 2 ഗസ്റ്റ് ലിവിങ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫോർമൽ ഏരിയ. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെറിയൊരു പാർട്ടീഷൻ വാളും നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റിൻ്റെ നിർമ്മാണം. മുകൾ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ കാണുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ്. 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്നും ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഒരു LED മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV സർവൈലൻസ് ക്യാമറകളും ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഏരിയ ഇവിടെയാണ് വരുന്നത്. ഒരു കോർട്ട്യാർഡ് സ്പേസ്. മനോഹരമായിട്ട് തന്നെയാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെയാണ് കിച്ചൺ. L ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്മിനി എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും ടേബിൾ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഏകദേശം 16x12 സൈസിലാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. മുകളിൽ ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വശത്തായിട്ട് ഒതുങ്ങി മാറി തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും മിററും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെറയുടെയും ജാഗ്വറിൻ്റെയും സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ ടൈപ്പ് ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പേസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ജനലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു ഭാഗത്ത് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ആ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ ആണ്. ഇതിന് താഴെയുള്ള ഏരിയ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം നൽകിയിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സൈസിലും അതേ ഭംഗിയിലും തന്നെയാണ് ഈ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ടുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇതാണ് മനോഹരമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണിത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള കോവണി നൽകിയിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് മൂന്നാമത്തെ ഇതും അവസാനത്തേതുമായ ബെഡ്റൂം. ഏകദേശം 16 അടി നീളവും 11 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഒരു ഭാഗത്ത് വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും ഇവിടെ വരുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ബാത്റൂമും ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് ഈ വീട് വരുന്നത്. 4.1 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ